Hi everyone, welcome back to 9th standard geography class. We are here discussing the first chapter from the geography text, that is Sun the ultimate source. Sun the ultimate source എന്ന ആദ്യത്തെ ചാപ്റ്ററിലുള്ള അഞ്ചാമത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് അഞ്ചാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ടുഡേ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, വാട്ട് ഈസ് കണ്ടൻസേഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അറ്റ്മോസ്ഫിയർ ഷുഡ് റീച്ച് ദി സാച്ചുറേഷൻ ലെവൽ ഫോർ കണ്ടൻസേഷൻ ടു ബിഗിൻ. അതായത് അറ്റ്മോസ്ഫിയറിൽ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അറ്റ്മോസ്ഫിയർ ഷുഡ് റീച്ച് ദി സാച്ചുറേഷൻ ലെവൽ. അറ്റ്മോസ്ഫിയർ അതിന്റെ സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ കണ്ടൻസേഷൻ ആരംഭിക്കുള്ളൂ. സാച്ചുറേഷൻ ലെവൽ എന്താണ്, കണ്ടൻസേഷൻ എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലാസ് കണ്ടവർ മാത്രമേ ഈ ക്ലാസ് കണ്ടതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ കഴിഞ്ഞ അഥവാ 4ാമത്തെ ക്ലാസ് കണ്ട ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ അറ്റ്മോസ്ഫിയർ ഷുഡ് റീച്ച് ദി സാച്ചുറേഷൻ ലെവൽ ഫോർ കണ്ടൻസേഷൻ ടു ബിഗിൻ. കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അറ്റ്മോസ്ഫിയർ ആദ്യം ചെയ്യണം, സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തണം, പൂരിതാവസ്ഥയിലേക്ക് എത്തണം. With further addition of water vapor or due to a considerable fall in temperature, the water vapor in the atmosphere begins to condense. അങ്ങനെ സാച്ചുറേഷൻ ലെവലിൽ എത്തിയിട്ടുള്ള അറ്റ്മോസ്ഫിയർ സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അഥവാ അറ്റ്മോസ്ഫിയറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലാണ് എന്ത്? സാച്ചുറേഷൻ ലെവൽ. അപ്പൊ മാക്സിമം അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സാച്ചുറേഷൻ ലെവൽ എത്തിക്കഴിഞ്ഞാൽ, വിത്ത് ദി ഫർദർ അഡീഷൻ ഓഫ് വാട്ടർ വേപ്പർ ഓർ ഡ്യൂ ടു എ കൺസിഡറബിൾ fall in temperature, the water vapor in the atmosphere begins to condense. ഓക്കെ, അപ്പൊ മാക്സിമം ലെവലിൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അറ്റ്മോസ്ഫിയർ വാട്ടർ മോളിക്യൂൾസ് ഹോൾഡ് ചെയ്താൽ, വാട്ടർ വേപ്പേഴ്സ് ഹോൾഡ് ചെയ്താൽ, പിന്നീട് എക്സ്ട്രാ വരുന്ന അഡീഷനായി വരുന്ന ഓരോ വാട്ടർ വേപ്പറും അല്ലെങ്കിൽ ഓരോ വാട്ടർ വേപ്പറും അഡീഷനായി വരുമ്പോൾ, അതല്ലെങ്കിൽ ഡ്യൂ ടു എ കൺസിഡറബിൾ fall in temperature, ടെമ്പറേച്ചർ പെട്ടെന്ന് ഫോൾ ചെയ്യുകയാണെങ്കിൽ, ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള 2 സിറ്റുവേഷൻ വന്നാലും എന്ത് സംഭവിക്കും? ദി വാട്ടർ വേപ്പർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ബിഗിൻസ് ടു കണ്ടൻസ്. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും, അവിടെ കണ്ടൻസേഷൻ ആരംഭിക്കും എന്നർത്ഥം. 2 സിറ്റുവേഷൻ ആയാലും ഓക്കെ. ഏതാ സിറ്റുവേഷൻ? വിത്ത് ദി ഫർദർ അഡീഷൻ ഓഫ് വാട്ടർ വേപ്പർ, അതായത് മാക്സിമം ഹോൾഡ് ചെയ്യുന്നതിന്റെ മാക്സിമം ഹോൾഡ് ചെയ്ത ശേഷം വീണ്ടും വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുകയാണെങ്കിൽ, അതാണ് വിത്ത് ദി ഫർദർ അഡീഷൻ ഓഫ് വാട്ടർ വേപ്പർ. അതല്ലെങ്കിൽ ഡ്യൂ ടു എ കൺസിഡറബിൾ fall in temperature, ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വല്ലാണ്ട് കുറയുകയാണെങ്കിൽ, ഈ 2 സിറ്റുവേഷൻ വന്നാലും the water vapor in the atmosphere begins to condense. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പർ അവിടെ എന്താരംഭിക്കും? കണ്ടൻസേഷൻ ആരംഭിക്കും, ഘനീകരണം ആരംഭിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദി ഡിഫറെന്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിഫറെന്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, വിവിധ ഘനീകരണ മാർഗങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഘനീകരണത്തിന്റെ, കണ്ടൻസേഷന്റെ വിവിധ രൂപങ്ങൾ, ഡിഫറെന്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ഏതൊക്കെയാ? ഫ്രോസ്റ്റ്, cloud, mist or fog, and dew. These are the major forms of condensation. ഓക്കെ, അറിയാലോ ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്നുള്ള അർത്ഥമാണ്, ഹിമം അല്ലെങ്കിൽ മഞ്ഞ് എന്നുള്ള അർത്ഥമാണ്. അതേപോലെ ക്ലൗഡ് മേഘങ്ങൾ, മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് മൂടൽമഞ്ഞാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത്. രണ്ടും മൂടൽമഞ്ഞാണ്, മിസ്റ്റ് ആൻഡ് ഫോഗ് രണ്ടും മൂടൽമഞ്ഞാണ്, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നോക്കാം. ആൻഡ് ഡ്യൂ, ഡ്യൂ മീൻസ് തുഷാരം എന്ന് മലയാളത്തിൽ പറയാം. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡ്യൂ എന്നൊക്കെ. എല്ലാം നമുക്ക് പരിചയമുള്ള കൺസെപ്റ്റുകളാണ്. So these are the major forms of condensation. ഓക്കെ, ഇനി അതിന്റെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡ്യൂ. ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ഡ്യൂ എന്ന് പറയുന്ന ഒരു കണ്ടൻസേഷൻ ഫോം ആണ്. സോ യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് the water droplets clinging on the blades of grass and leaves early in the morning. This is dew. അപ്പൊ ഡ്യൂ എന്താന്ന് ഇവിടെ പറഞ്ഞു, നമുക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇവിടെ പറയുന്നു യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്ത്? ദി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ക്ലിങ്ങിങ് ഓൺ ദി ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ആൻഡ് ലീവ്സ് ഏർലി ഇൻ ദി മോർണിംഗ്. അതായത് രാവിലെ വളരെ നേരത്തെയൊക്കെ നമ്മൾ നമ്മുടെ മുറ്റത്തൂടെ നടക്കുമ്പോൾ, വയലിലൂടെയോ പറമ്പിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ പുൽനാമ്പുകളിലോ അതുപോലെ ഇലകളിലൊക്കെ അറ്റത്തൊക്കെ
ജലത്തുള്ളികൾ ഇങ്ങനെ പറ്റി ഇരിക്കുന്നത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇത് അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ചിത്രമാണെങ്കിലും നമുക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ രൂപത്തിൽ പുല്ലിന്റെ മുകളിൽ, ഇലകളുടെ മുകളിലൊക്കെ വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ പറ്റി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിരാവിലെയൊക്കെ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അങ്ങനെയുള്ള വെള്ളത്തുള്ളികളാണോ നമ്മൾ ഡ്യൂ അല്ലെങ്കിൽ തുഷാരം എന്ന് പറയുന്നത്. ഓക്കെ, ദി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ക്ലിങ്ങിങ് ഓൺ ടു ദി ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ആൻഡ് ലീവ്സ് ഏർലി ഇൻ ദി മോർണിംഗ്, ദിസ് ഇസ് ഡ്യൂ. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ഡ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നതെന്നാണ് ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. The surface of the earth gets cooled during the night and it cools the near atmosphere also. എന്താ പറയുന്നത്? The surface of the earth gets cooled during night. രാത്രി സമയത്ത് നമ്മുടെ എർത്തിന്റെ സർഫസ്, എർത്ത് സർഫസ്, ഭൗമോപരിതലം എന്താവുന്നുണ്ട്? തണുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് കൂൾസ് ദി നിയർ അറ്റ്മോസ്ഫിയർ ഓൾസോ. അപ്പോൾ എർത്ത് സർഫസ് തണുക്കുമ്പോൾ ആ എർത്ത് സർഫസിനോട് ചേർന്ന് കൊണ്ടുള്ള അറ്റ്മോസ്ഫിയറിക് പോർഷൻ ഉണ്ടാവുമല്ലോ, അറ്റ്മോസ്ഫിയറിന്റെ ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? തണുക്കുന്നുണ്ട്. Okay, the surface of the earth gets cooled during the night and it cools the near atmosphere also. അപ്പോൾ എർത്ത് സർഫസിനോട് ചേർന്ന ആ ഒരു നിയർ അറ്റ്മോസ്ഫിയറിലും എന്ത് സംഭവിക്കുന്നു? ആ ഒരു കൂളിംഗ് സംഭവിക്കുന്നു. ആൻഡ് ദിസ് കോസസ് ദി വാട്ടർ വേപ്പർ ടു കണ്ടൻസ് ആൻഡ് ദി കണ്ടൻസ്ഡ് ഡ്രോപ്ലെറ്റ്സ് ക്ലിങ് ഓൺ ടു ദി കോൾഡ് സർഫസ് ഓൺ ദി എർത്ത്. അപ്പൊ അങ്ങനെ എർത്ത് സർഫസിന്റെ ആ ഒരു നിയർ അറ്റ്മോസ്ഫിയർ അഥവാ നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്നുകൊണ്ടുള്ള ആ ഒരു അന്തരീക്ഷ ഭാഗവും തണുക്കുമ്പോൾ അതെന്തിന് കാരണമാവുന്നു? ദിസ് കോസസ് ദി വാട്ടർ വേപ്പർ ടു കണ്ടൻസ് and the condensed droplets cling on to the cold surfaces on earth. ഓക്കെ, അപ്പോൾ പിന്നെ ഇതുമൂലം ഇങ്ങനെയുള്ള വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി കണ്ടൻസേഷൻ സംഭവിച്ച് എന്താവുന്നു? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയി മാറുന്നു. എന്നിട്ട് തണുത്ത പ്രതലങ്ങളിൽ, ഓക്കെ, നമ്മുടെ സർഫസിനോട് ചേർന്ന് കൊണ്ടുള്ള തണുത്ത പ്രതലങ്ങൾ, കോൾഡ് സർഫസസ് അല്ലെ, ഭൗമോപരിതലത്തിലുള്ള നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്ന അറ്റ്മോസ്ഫിയർ ഭാഗങ്ങളിലുള്ള കോൾഡ് സർഫസസ്, തണുത്ത ഭാഗങ്ങളിൽ ആ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചു നിൽക്കുന്നു. അതാണ് നമ്മൾ എന്ത് കാണുന്നത്? ഇങ്ങനെയുള്ള ഇലന്റെ മുകളിലും ഇലകളുടെ മുകളിലും പുൽനാമ്പിലും ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള വെള്ളത്തുള്ളികൾ കാണുന്നത്. Okay, അപ്പോൾ ക്ലിയർ ആണല്ലോ. The surface of the earth gets cooled during the night and it cools the near atmosphere. This causes the water vapor to condense. Water vapor condensation അവിടെ ആരംഭിക്കുന്നു, വാട്ടർ വേപ്പറിന്റെ കണ്ടൻസേഷൻ ആരംഭിക്കുന്നു. ആൻഡ് ദി കണ്ടൻസ്ഡ് ഡ്രോപ്ലെറ്റ്സ്, അങ്ങനെ ഘനീകരണം സംഭവിച്ച വെള്ളത്തുള്ളികൾ എന്താവുന്നു? ക്ലിങ് ഓൺ ടു ദി കോൾഡ് സർഫസസ് ഓൺ എർത്ത്. എർത്തിലെ, നമ്മുടെ ഭൂമിയിലെ തണുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. ദിസ് ഈസ് ഡ്യൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ താഴെയുണ്ട്. ഡ്യൂ ഡിസപ്പിയേഴ്സ് ആസ് ദി സൺ റൈസസ്. വൈ? അതായത് സൺറൈസ് ആയി കഴിഞ്ഞാൽ, സൂര്യോദയം തുടങ്ങിയാൽ, സൂര്യോദയം വരുന്നതോടെ, സൂര്യൻ ഉദിക്കുന്നതോടെ ഈ ഡ്യൂ, ഈ തുഷാരം അപ്രത്യക്ഷമാവുന്നു, കാണാണ്ടാവുന്നു. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ഡ്യൂ ഡിസപ്പിയേഴ്സ്, അപ്രത്യക്ഷമാവുന്നു, ആസ് ദി സൺ റൈസസ്. അപ്പൊ സൂര്യൻ ഉദിക്കുന്നതോടുകൂടി ഇങ്ങനെയുള്ള വെള്ളത്തുള്ളികളൊക്കെ അപ്രത്യക്ഷമാവുന്നു. വൈ? എന്താണ് ആൻസർ? ആൻസർ നമുക്ക് ഇവിടെ കാണാം. When the sun rises, the atmospheric temperature increases. അറിയാലോ, സൂര്യൻ ഉദിക്കുന്നതോടുകൂടി വീണ്ടും ഇൻസോലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് ദി വാട്ടർ ഡ്രോപ്സ് ഇൻ ദി ഫോംസ് ഓഫ് ഡ്യൂ ബിക്കം മോയ്സ്ചർ. അതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഈ വെള്ളത്തുള്ളികളെല്ലാം നീരാവിയായിട്ട് പോകുന്നു അല്ലെ, അതെല്ലാം അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് മാറുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതാണ് കാരണം. Okay, because the temperature increases when sun rises. അതുകൊണ്ടാണ് ഡ്യൂസ് ഡിസപ്പിയർ ചെയ്യുന്നത്. Then next form of condensation is frost. അടുത്തത് എന്താണ്? ഫ്രോസ്റ്റ് ആണ്. ഫ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഹിമം എന്നാണ് പറയുക. ഹിമം എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്നുള്ള അർത്ഥമാണ്. So as you know, there are places on the earth where the night temperature falls below 0 degree Celsius. അതായത് രാത്രിയിലെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിന്റെയും താഴെ പോകുന്ന ചില സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിലുണ്ട്. നമുക്കറിയാലോ, എല്ലാ സ്ഥലത്തും ഒരേ ടെമ്പറേച്ചർ അല്ല, വളരെ ചൂട് കൂടിയ സ്ഥലമുണ്ട്, വളരെ മൈനസ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ നൈറ്റ് ടെമ്പറേച്ചർ 0 ഡിഗ്രിന്റെ താഴെ പോകുന്ന സ്ഥലങ്ങളുണ്ട് നമുക്കറിയാം. ഇൻസ്റ്റെഡ് ഓഫ് ഡ്യൂ, ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആർ ഫോംഡ് ഇൻ സച്ച് പ്ലേസസ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്യൂ അല്ല, വെള്ളത്തുള്ളികളല്ല ഉണ്ടാവുക, പകരം എന്താ ഉണ്ടാവുക? ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആർ ഫോംഡ് ഇൻ സച്ച് പ്ലേസസ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, വളരെ നേർത്ത മഞ്ഞിന്റെ പൊടികൾ എന്നൊക്കെ പറയാം. ഈ ഗ്ലൂക്കോസ് പൊടിയൊക്കെ പോലെ അത്രയും വളരെ ടൈനി ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഓഫ് ഐസ്
Okay, so tiny ice crystals are formed in such places. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിനും താഴെ നൈറ്റ് ടെമ്പറേച്ചർ വരുന്ന പ്ലേസസിൽ ഡ്യൂവിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ഡ്യൂ ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആർ ഫോംഡ് ഇൻ സച്ച് പ്ലേസസ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് ഫോം ചെയ്യപ്പെടുന്നത്? ടൈനി വളരെ നേർത്ത ഐസ് ക്രിസ്റ്റൽസ് ആണ് അവിടെ ഫോം ചെയ്യപ്പെടുന്നത്. ആൻഡ് ദിസ് ഫോം ഓഫ് കണ്ടൻസേഷൻ ഈസ് കോൾഡ് ഫ്രോസ്റ്റ്. അത്രയേ ഉള്ളൂ. ഇവിടെ യെല്ലോ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഫ്രോസ്റ്റിന് ഓർക്കേണ്ടതുള്ളൂ. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡ്യൂ ആൻഡ് ഫ്രോസ്റ്റ്. The next form of condensation is fog or mist. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടും മൂടൽ മഞ്ഞ് എന്നാണ് അർത്ഥം. ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റ് രണ്ടും എന്താണ്? മൂടൽ മഞ്ഞാണ്. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോഗ് ആൻഡ് മിസ്റ്റ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടെത്താനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സി ഫിഗർ 1.12. ഇതാണ് 1.12 ഈ ഒരു ചിത്രം. എന്താ അതിന്റെ പ്രത്യേകത? ഒന്നും കാണുന്നില്ല, കൃത്യമായിട്ട് ഒന്നും കാണുന്നില്ല, കാരണം മൂടൽ മഞ്ഞാണ്. അതിനെയാണ് മൂടൽ മഞ്ഞ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മളൊന്നും കാണൂല. സോ ഫിഗർ 1.12 നമ്മൾ നോക്കിക്കഴിഞ്ഞു. യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് സിമിലർ വെതർ അറ്റ്ലീസ്റ്റ് ഡ്യൂറിംഗ് വിന്റർ സീസൺസ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ക്ലൈമറ്റ്, ഒരു വെതർ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് ഡ്യൂറിംഗ് വിന്റർ സീസൺ. വിന്റർ സീസണിലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, രാത്രിയാവുന്നതിന് മുന്നോടിയായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആകെ മൊത്തം പുക മൂടിയതുപോലെയുള്ള പിന്നെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഹൈ റേഞ്ചസ് ആണെങ്കിൽ വയനാട്, ഇടുക്കിയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ മലയോര മേഖലകളിലൊക്കെ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് മിസ്റ്റ് ഓർ ഫോഗ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പിന്നെ മൂടൽമഞ്ഞാണ് മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് എന്നൊക്കെ പറയുന്നത്. ഇനി അത് എങ്ങനെയാ ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. സോ ശ്രദ്ധിക്കുക. ദി കണ്ടൻസ്ഡ് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഫോംഡ് ബൈ ദി കൂളിംഗ് ഓഫ് എയർ റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇറ്റ്സെൽഫ്. എന്താ പറയുന്നത്? ദി കണ്ടൻസ്ഡ് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഫോംഡ് ബൈ ദി കൂളിംഗ് ഓഫ് എയർ റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇറ്റ്സെൽഫ്. അതായത് അറ്റ്മോസ്ഫിയർ തണുക്കുമ്പോൾ, അറ്റ്മോസ്ഫിയർ തണുക്കുമ്പോൾ കണ്ടൻസേഷൻ സംഭവിച്ച് നേർത്ത ഈ വാട്ടർ കണ്ടൻസ്, ജലകണികകൾ അറ്റ്മോസ്ഫിയറിൽ തന്നെ എന്ത് ചെയ്യുന്നു? തങ്ങി നിൽക്കുന്നുണ്ട്. ഒന്നുകൂടി നോക്കാം. ദി കണ്ടൻസ്ഡ് ടൈനി ഡ്രോപ്ലെറ്റ്സ്, കണ്ടൻസേഷൻ സംഭവിച്ചുണ്ടായ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തുള്ളികൾ എന്ത് ചെയ്യുന്നുണ്ട്? അതെങ്ങനെ ഉണ്ടാവുന്നത്? ബൈ ദി കൂളിംഗ് ഓഫ് എയർ റിമെയിൻസ് സസ്പെൻഡഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇറ്റ്സെൽഫ്. അതായത് നമ്മുടെ അന്തരീക്ഷം തണുക്കുമ്പോൾ അതോടൊപ്പം തന്നെ തണുത്ത് കണ്ടൻസേഷൻ സംഭവിച്ച് ഫോം ചെയ്യപ്പെട്ട വളരെ ടൈനി ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ, ചെറിയ നേർത്ത ജലകണികകൾ റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇറ്റ്സെൽഫ്. അത് അന്തരീക്ഷത്തിൽ തന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജലകണികകൾ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. They can very well be described as clouds close to the earth's surface. അപ്പൊ ഇങ്ങനെയുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ നമുക്ക് എന്തും വിളിക്കാം? ഇവിടെ പറയുന്നു they can very well be described as clouds close to the earth's surface. ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന മേഘങ്ങളായിട്ടും നമുക്ക് അങ്ങനെയുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ എന്ത് ചെയ്യാം? വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്ന് കിടക്കുകയാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന, നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇങ്ങനെയുള്ള വളരെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ അവിടെ റിമെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. സോ ഇത് നമുക്ക് എന്ത് വിളിക്കാം? ഡിസ്ക്രൈബ്ഡ് ആസ് ക്ലൗഡ്സ് ക്ലോസ് ടു ദി എർത്ത് സർഫസ്. ഓക്കെ, നമ്മൾ ആകാശത്ത് കാണുന്ന ആ ഒരു മേഘം പോലെ തന്നെ നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്നുകൊണ്ടുള്ള ക്ലൗഡ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. Fog or mist is the result of condensation around the minute dust particles in the lower atmosphere. അപ്പൊ ഈ ഫോഗും മിസ്റ്റും ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? Fog or mist is the result of condensation around the minute dust particles in the lower atmosphere. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിരുന്നു കണ്ടൻസേഷന്, അല്ലെ? ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്ത് അതിലൊരു ഐസ് ക്യൂബ് ഇട്ടാൽ കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം തണുക്കുമ്പോൾ ചുറ്റുഭാഗത്തുള്ള പിന്നെ ഗ്ലാസിന്റെ ചുറ്റുഭാഗത്തും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യപ്പെടുന്ന അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ, ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടൻസേഷന് വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ കണ്ടൻസേഷൻ സംഭവിക്കണമെങ്കിൽ അതിനൊരു സർഫസ് ആവശ്യമാണ്. ഏതെങ്കിലും ഒരു പ്രതലത്തിലാണ് ഈ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റ് ഫോം ചെയ്യപ്പെടുന്നത് എങ്ങനെയാ? ഇവിടെ പറയുന്നു fog or mist is the result of condensation around the minute dust particles in the lower atmosphere.
അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ, ലോവർ അറ്റ്മോസ്ഫിയറിൽ, അതായത് അറ്റ്മോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ. ഓക്കെ, അപ്പൊ ലോവർ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ പൊടിപടലങ്ങളെ, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതാണ് പൊടിപടലങ്ങൾ അല്ലെ. സോ നമ്മുടെ ലോവർ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതായത് പൊടിപടലങ്ങൾ, ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു കണ്ടൻസേഷൻ നടക്കുന്നത്. അങ്ങനെ കണ്ടൻസേഷൻ നടക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റ് ഫോം ചെയ്യപ്പെടുന്നത്. അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, ലോവർ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഒരുപാട് പൊടിപടലങ്ങളുണ്ട്. ആ മൈന്യൂട്ട് ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കണ്ടൻസേഷൻ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിലാണ് ഈ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ക്ലിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പറ്റി പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഈ പൊടിപടലങ്ങളിൽ മുഴുവനായിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളികൾ നിറയുമ്പോൾ നമുക്ക് വിസിബിലിറ്റി അവിടെ നഷ്ടമാവുന്നു, കാഴ്ച അവിടെ മറയുന്നു, ദൂരക്കാഴ്ചകൾ ഇല്ലാണ്ടായി മാറുന്നു. അതാണ് മൂടൽമഞ്ഞ്, അതാണ് മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഫോഗ് ഓർ മിസ്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് condensation. It is the result of condensation around the minute dust particles in the lower atmosphere. This may obstruct visibility. അതെന്തിന് കാരണമാവും? നമ്മുടെ കാഴ്ചക്ക് അത് തടസ്സമായി മാറും, നമ്മുടെ കാഴ്ച തടസ്സപ്പെടുത്തുമെന്ന് അർത്ഥം, നമ്മുടെ പ്രത്യേകിച്ച് ദൂരക്കാഴ്ച. സോ ദിസ് മേ ഒബ്സ്ട്രക്ട് വിസിബിലിറ്റി, നമ്മുടെ കാഴ്ചക്ക് അതൊരു തടസ്സമായിട്ട് മാറും. ഇങ്ങനെയുള്ള കണ്ടൻസേഷൻ അല്ലെ, അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ഈ കണ്ടൻസേഷൻ. സോ ദിസ് മേ ഒബ്സ്ട്രക്ട് വിസിബിലിറ്റി ഇഫ്, ശ്രദ്ധിക്കുക, ഇനി ഇതിന്റെ ഡിഫറൻസ് നമുക്കറിയണമല്ലോ. ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റ് രണ്ടും എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ഡിഫറൻസ് ആണ് നമുക്കറിയേണ്ടത്. സോ if the range of visibility is less than 1 kilometer, it is termed as fog. അതായത് നമ്മുടെ കാഴ്ചയുടെ പരിധി 1 കിലോമീറ്ററിൽ കുറവാണെങ്കിൽ, ഇഫ് ദി റേഞ്ച് ഓഫ് വിസിബിലിറ്റി ഈസ് ലെസ് ദാൻ 1 കിലോമീറ്റർ, ഈ മിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൂടൽമഞ്ഞുള്ള ഒരു പ്രദേശത്ത് നമുക്ക് 1 കിലോമീറ്റർ ദൂരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, 1 കിലോമീറ്ററിന്റെ അപ്പുറത്തേക്കുള്ളത് നമ്മൾ കാണുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫോഗ്, കനത്ത മൂടൽമഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം. ഇഫ് ദി റേഞ്ച് ഓഫ് വിസിബിലിറ്റി ഈസ് ലെസ് ദാൻ 1 കിലോമീറ്റർ. ഓക്കെ, അതായത് ദൂരക്കാഴ്ച, നമ്മുടെ കാഴ്ച 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് ടേംഡ് ആസ് ഫോഗ്, കനത്ത മൂടൽമഞ്ഞ്. ഇഫ് the range of visibility is more than 1 kilometer, it is called mist. അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കൂടുതൽ, 1 കിലോമീറ്ററിൽ അധികം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് 1 കിലോമീറ്റർ ദൂരത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്ര സ്ട്രോങ് അല്ലാത്ത മൂടൽമഞ്ഞാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് മിസ്റ്റ്, നേർത്ത മൂടൽമഞ്ഞ് എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. If the range of visibility is less than 1 kilometer, that is fog. If the range of visibility is more than 1 kilometer, that is mist. Okay, അപ്പോൾ fog and mist നമ്മൾ രണ്ടും പറഞ്ഞു. The airports in North India get temporarily closed during winter due to dense fog. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഫോഗിന്റെ ബുദ്ധിമുട്ട് കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ, ഡൽഹി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പലപ്പോഴും വിന്റർ സീസണിൽ എന്ത് ചെയ്യാറുണ്ട്? എയർപോർട്ടുകളൊക്കെ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാവാറുണ്ട്. ഓക്കെ, കറക്റ്റ് റൺവേ കാണാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് എയർപോർട്ടുകളൊക്കെ വിന്റർ സീസണിൽ, നോർത്ത് ഇന്ത്യയിൽ വിന്റർ സീസണിൽ താൽക്കാലികമായിട്ട് അടച്ചിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. അപ്പൊ ഏതൊക്കെ പറഞ്ഞു നമ്മൾ? ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, ഡ്യൂ, ഫ്രോസ്റ്റ്, ഫോഗ് ആൻഡ് മിസ്റ്റ്. The fourth one, clouds, മേഘങ്ങൾ. ശ്രദ്ധിക്കാം, അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, എക്സ്ട്രാ റീഡിംഗ് ആണെങ്കിലും ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. സ്മോഗ് എന്ന് കാണാം നമുക്ക്. സ്മോഗ്. ഓക്കെ, എന്താ സ്മോഗ്? നമ്മളിവിടെ പറഞ്ഞ ഫോഗ് ഉണ്ടല്ലോ, ഫോഗ്, കനത്ത മൂടൽമഞ്ഞ്. അതേപോലെ സ്മോക്ക് നമുക്കറിയാം, പുകപടലങ്ങൾ, വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഫാക്ടറികളിൽ നിന്നുള്ള പുക, അതൊക്കെ നമ്മൾ സ്മോക്ക് എന്ന് പറയും. അപ്പൊ ആ സ്മോക്ക് പ്ലസ് ഇവിടെ നമ്മൾ പറഞ്ഞ ഫോഗ് രണ്ടും കൂടി ചേർത്തുകൊണ്ട് പറയുന്ന ഒരു പ്രയോഗമാണ്, ഒരു യൂസേജ് ആണ് സ്മോഗ് എന്നുള്ളത്. ഇൻ ഇൻഡസ്ട്രിയൽ റീജിയൻസ്, സ്മോക്ക് ആൻഡ് ഫോഗ്, okay, smoke and fog occur in combination to cause an atmospheric condition called smoke. അപ്പൊ അങ്ങനെയുള്ള ഫാക്ടറികളിൽ നിന്നുള്ള, വാഹനങ്ങളിൽ നിന്നുള്ള സ്മോക്കും നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഫോഗും രണ്ടും കൂടെ ചേർന്നുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സ്മോഗ്. ദിസ് യൂഷ്വലി കോസസ് ഹിൻഡ്രൻസ് ടു ട്രാഫിക്. ഓക്കെ, റോഡ് വാഹന ഗതാഗതത്തിനൊക്കെ വലിയ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് സ്മോഗ്. നമ്മുടെ ഡൽഹി പോലെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ ഈ സ്മോഗിന്റെ ബുദ്ധിമുട്ട് വല്ലാണ്ടുണ്ട്. നമ്മൾ വാർത്തകളിലൊക്കെ
കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് സ്മോഗ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദി ഫോർത്ത് ഫോം ഓഫ് കണ്ടൻസേഷൻ, ദാറ്റ് ഈസ് ക്ലൗഡ്സ്, മേഘങ്ങൾ. എല്ലാവർക്കും അറിയാം മേഘം എന്താണെന്നുള്ളത്. യു ഹാവ് ലേൺഡ് ഏർലിയർ ദാറ്റ് clouds are formed by the condensation of water vapor around the fine dust particles in the atmosphere. അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വാട്ടർ വേപ്പേഴ്സിന് കണ്ടൻസേഷൻ സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ക്ലൗഡ്സ് ഉണ്ടാവുന്നത്. നേരത്തെ പഠിച്ച കാര്യമാണ് അല്ലേ? അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയുള്ള വാട്ടർ മോളിക്യൂൾസിന് കണ്ടൻസേഷൻ സംഭവിച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യപ്പെടുന്നത്? ക്ലൗഡ്സ് ഫോം ചെയ്യപ്പെടുന്നത്. ആൻഡ് ദി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സോ ഫോംഡ് ആർ ലെസ് ദാൻ, ശ്രദ്ധിക്കണേ, ദി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സോ ഫോംഡ് ആർ ലെസ് ദാൻ 0.001 സെന്റിമീറ്റർ ഇൻ ഡയമെൻഷൻ. അപ്പൊ ഇങ്ങനെ ഫോം ചെയ്യപ്പെടുന്ന ഓരോ വാട്ടർ ഡ്രോപ്ലെറ്റ്സും, കണ്ടൻസേഷന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യപ്പെടുന്ന ഓരോ വാട്ടർ ഡ്രോപ്ലെറ്റ്സും, ഓരോ ജലത്തുള്ളിക്കും അതിന്റെ സൈസ് എത്രയാണ്? ഇവിടെ പറയുന്നു ദി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സോ ഫോംഡ് ആർ ലെസ് ദാൻ 0.001 സെന്റിമീറ്റർ ഇൻ ഡയമെൻഷൻ. അത്രേ അതിന്റെ വലുപ്പമുള്ളൂ. ഓക്കെ, 1 സെന്റിമീറ്റർ ഇല്ല, 1 സെന്റിമീറ്ററിലും വളരെ 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 ചെറുത് അല്ലേ? 0.001 സെന്റിമീറ്റർ ആണ്. അത്ര വലിപ്പമേ ഉള്ളൂ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ കണ്ടൻസേഷൻ സംഭവിച്ചുണ്ടാവുന്ന ഓരോ വാട്ടർ ഡ്രോപ്ലെറ്റിനും ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ ദാറ്റ് ഈസ് വൈ ദേ റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അറ്റ്മോസ്ഫിയറിൽ തന്നെ അങ്ങനെ നിലനിൽക്കുന്നത്, താഴോട്ട് വീണ് പോവാണ്ട് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം അതാണ്. അതിന്റെ സൈസ് വളരെ മൈന്യൂട്ട് ആണ് എന്നതാണ് കാരണം. സോ ഹാവൻ യു സീൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഇൻ ദി സ്കൈ? ആകാശത്ത് പലതരത്തിലുള്ള മേഘങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ക്ലൗഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഫോം ആൻഡ് ഹൈറ്റ്. ഓക്കെ, ശ്രദ്ധിക്കണം, ക്ലൗഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഫോം ആൻഡ് ഹൈറ്റ്. അപ്പൊ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അവിടെ പറയുന്നുണ്ട്. ക്ലൗഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഫോം. ഓക്കെ, അതെങ്ങനെ ഫോം ചെയ്യപ്പെടുന്നു, അതിന്റെ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലൗഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് വി ക്യാൻ ഓൾസോ ക്ലാസിഫൈ ദി ക്ലൗഡ്സ് ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് ഹൈറ്റ്. ഉയരത്തിന്റെ, എത്ര ഉയരത്തിലാണ് ഒരു ക്ലൗഡ് ഉള്ളത്, അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലൗഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ആ 2 ക്ലാസിഫിക്കേഷനും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. സോ ബേസ്ഡ് ഓൺ ഫോം ദർ ആർ മെയിൻലി 4 ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ അതിന്റെ രൂപത്തിന്റെ, ഷേപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ഫോം ദർ ആർ മെയിൻലി 4 ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. ഓക്കെ, ബേസ്ഡ് ഓൺ ഫോം ദർ ആർ മെയിൻലി 4 ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. 4 ടൈപ്പ് ക്ലൗഡ്സ് ആണ് രൂപത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ഫോമിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉള്ളത്. ഏതൊക്കെയാ 4 ടൈപ്പ്? സിറസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ് ആൻഡ് നിംബസ് ക്ലൗഡ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനുള്ള സാധ്യതയുള്ള ഒരു സംഗതി കൂടിയാണ്. ചിലപ്പോൾ ഒരു ഫീച്ചർ കൊടുത്തിട്ട് അത് സിറസ് ക്ലൗഡ്സിന്റെ ഫീച്ചർ ആണോ, സ്ട്രാറ്റസ് ക്ലൗഡ്സിന്റെ ഫീച്ചർ ആണോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്താവും? ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ എത്രത്തോളം ടെക്സ്റ്റ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം വായിക്കുക, പഠിക്കുക, തറോ ആക്കുക. ഓക്കെ, സോ ഏറ്റവും ആദ്യം സിറസ് ക്ലൗഡ്സ്. എന്താണ് സിറസ് ക്ലൗഡ്സ്? ഇവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ട് പരിചയമുള്ള ക്ലൗഡ്സ് ആണ് ഇവിടെയുള്ള 4 ക്ലൗഡ്സും. ഓക്കെ, സോ സിറസ് ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഇൻ ദി അപ്പർ അറ്റ്മോസ്ഫിയർ ഇൻ ക്ലിയർ വെതർ കണ്ടീഷൻസ്. 3 കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ? ഒറ്റ സെന്റൻസ് ആണെങ്കിലും 3 കാര്യങ്ങളാണ്. സിറസ് ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു ഇറ്റ്സ് ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ആണ്. അതായത് പിന്നെ ഫെദർ ലൈക്ക് എന്ന് പറയുമ്പോൾ തൂവല് പോലെയുള്ള, അല്ലെങ്കിൽ തൂവൽക്കെട്ട്, നേർത്ത തൂവലുകൾ പോലെയുള്ള, അങ്ങനെയുള്ള അത്ര കട്ടിയില്ലാത്ത വളരെ നേർത്ത തൂവല് പോലെയുള്ള പിന്നെ ക്ലൗഡ്സ് ആണ് ഇത് സിറസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അത് എവിടെയാണ് നമ്മൾ കാണുക? ഇൻ ദി അപ്പർ അറ്റ്മോസ്ഫിയർ. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഫെദർ ലൈക്ക് ആണ്. അതേപോലെ എവിടെ കാണുന്നത്? ഇൻ അപ്പർ അറ്റ്മോസ്ഫിയർ, അതായത് അറ്റ്മോസ്ഫിയറിന്റെ ഉയർന്ന ഭാഗങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയറിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ. അതും എപ്പോഴാണ് കാണുക? ഇൻ ക്ലിയർ വെതർ കണ്ടീഷൻസ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നല്ല ക്ലിയർ വെതർ എന്ന് പറയുമ്പോൾ അതാണ്, നല്ല തെളിഞ്ഞ ആകാശമുള്ള സമയത്താണ് നമ്മൾ എന്ത് കാണുക? ഈ ഒരു സിറസ് ക്ലൗഡ്സ് കാണുക. അപ്പൊ ആ ഒരൊറ്റ സെന്റൻസ് ആണ് നമുക്ക് സിറസ് ക്ലൗഡ്സുമായി ബന്ധപ്പെട്ട് ഓർക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ്. എന്താ സ്ട്രാറ്റസ് ക്ലൗഡ്സ്? ശ്രദ്ധിക്കുക.
Okay, these appear in thick layers. എന്താ പ്രത്യേകത? സ്ട്രാറ്റസ് ക്ലൗഡ്സിന്റെ പ്രത്യേകത പറയുന്നു, these appear in thick layers in the lower part of the sky. രണ്ട് കാര്യങ്ങൾ ഓർക്കാനുള്ളത്. ഓക്കെ, തിക്ക് ലെയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? നല്ല കട്ടിയുള്ള കനത്ത പാളികളായിട്ടാണ്, നല്ല കട്ടിയിലാണ് എന്ത് കാണപ്പെടുന്നത്? സ്ട്രാറ്റസ് ക്ലൗഡ്സ് കാണപ്പെടുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? നേരത്തെ പറഞ്ഞ സിറസ് ക്ലൗഡ്സ് ആണെങ്കിൽ എവിടെയായിരുന്നു? അത് അപ്പർ അറ്റ്മോസ്ഫിയറിലാണ്. എന്നാൽ ഇപ്പൊ പറയുന്ന സ്ട്രാറ്റസ് ക്ലൗഡ്സ് എവിടെയാണ്? അത് ലോവർ പാർട്ടാണ്, ലോവർ അറ്റ്മോസ്ഫിയർ ആണ്, അല്ലെങ്കിൽ ലോവർ പാർട്ട് ഓഫ് ദി സ്കൈ ആണ്. ആകാശത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിലാണ് നമ്മൾ എന്ത് കാണുന്നത്? സ്ട്രാറ്റസ് ക്ലൗഡ്സിനെ കാണുന്നത്. അപ്പൊ സിറസ് ക്ലൗഡ്സ് കഴിഞ്ഞു, അതേപോലെ സ്ട്രാറ്റസ് ക്ലൗഡ്സും കഴിഞ്ഞു. Then next one, cumulus clouds ആണ്. These clouds resemble huge cotton bundles. എങ്ങനത്തെ ക്ലൗഡ്സ് ആണ് ക്യുമുലസ് ക്ലൗഡ്സ്? വലിയ കോട്ടൺ ബണ്ടിൽ പോലെയുള്ള, ഓക്കെ, വലിയ പഞ്ഞിക്കെട്ടൊക്കെ പോലെയുള്ള, അല്ലെങ്കിൽ തൂവൽക്കെട്ട് പോലെയുള്ള, പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളാണ് ക്യുമുലസ് ക്ലൗഡ്സ്. അപ്പൊ നമുക്ക് അതിന്റെ ചിത്രം ഒന്ന് നോക്കണം. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതാ ഇവിടെ കാണുന്ന 1.15 ക്യുമുലസ് ക്ലൗഡ്സ് നമ്മളൊക്കെ കാണാറുള്ള ഒരു ക്ലൗഡ് തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വലിയ പഞ്ഞിക്കെട്ട് പോലെയുള്ള ക്ലൗഡാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ദീസ് ക്ലൗഡ്സ് resembles huge cotton bundles and are formed due to, എങ്ങനെ ഇത് ഫോം ചെയ്യപ്പെടുന്നത്? formed due to strong convection currents. ഓക്കെ, സ്ട്രോങ് കൺവെക്ഷൻ കറന്റിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യപ്പെടുന്ന ക്ലൗഡാണ് ക്യുമുലസ് ക്ലൗഡ്സ് എന്ന് പറയുന്നു. എന്താ കൺവെക്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ, ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൺവെക്ഷനും കണ്ടക്ഷനും അങ്ങനെയുള്ള ടേംസ് പറഞ്ഞതാണ്. അപ്പൊ അവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരു ടേമാണ് കൺവെക്ഷൻ എന്താന്നുള്ളത്. സംവഹനം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ സ്ട്രോങ് കൺവെക്ഷൻ കറന്റിന്റെ, അല്ലെങ്കിൽ ഉയർന്ന സംവഹന പ്രവാഹത്തിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള പിന്നെ ക്ലൗഡാണ് ഏത്? ക്യുമുലസ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ formed due to strong convection currents and they have a large vertical extent. മറ്റൊരു പ്രത്യേകത എന്താ? ഒരുപാട് അല്ലെ, ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്, അതായത് വളരെ കുത്തനെ ലംബദിശയിൽ വെർട്ടിക്കൽ ആയിട്ട് കൂടുതൽ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്തെടുക്കുന്ന, എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്ന ഒരു ക്ലൗഡ് കൂടിയാണ് ഇത് ക്യുമുലസ് ക്ലൗഡ്സ്. ഓക്കെ, അപ്പൊ 3 ക്ലൗഡ്സ് നോക്കി: സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്. ഇപ്പൊ ക്യുമുലസ് എന്തൊക്കെയാ പറഞ്ഞത്? റിസംബിൾ ഹ്യൂജ് കോട്ടൺ ബണ്ടിൽസ്, വലിയ പഞ്ഞിക്കെട്ട് പോലെയാണ്. and formed due to strong convection currents, ഉയർന്ന കൺവെക്ഷന്റെ ഭാഗമായിട്ട്, കൺവെക്ഷൻ കറന്റിന്റെ, സംവഹന പ്രവാഹത്തിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്യപ്പെട്ടതാണ്. and have large vertical extent, ഒരുപാട് വെർട്ടിക്കൽ ആയിട്ട് കുറെ ദൂരത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. then next one, fourth one, nimbus clouds. നിംബസ് മേഘങ്ങൾ. എന്താ അതിന്റെ പ്രത്യേകത? ആദ്യം നമുക്ക് നിംബസ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് റെയിനി സീസണിൽ ഓക്കെ നമ്മൾ കാണുന്ന ക്ലൗഡ്സ് ആണ്. ദീസ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ്. പ്രത്യേകത പറയുകയാണ്, നിംബസ് ക്ലൗഡ്സ് ആർ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഇൻ ദി ലോവർ അറ്റ്മോസ്ഫിയർ. അപ്പൊ 2 പോയിന്റ് കിട്ടി അല്ലെ, മീൻസ് 2 കാര്യങ്ങൾ കിട്ടി. നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ആണ്, മഴമേഘങ്ങളാണ്, അല്ലെ ഇരുണ്ട മഴമേഘങ്ങളാണ് അല്ലെ, റെയിൻ ക്ലൗഡ്സ് ആണ്. അതേപോലെ ഇവിടെ നമ്മൾ കാണുന്നത് സീൻ ഇൻ ലോവർ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗങ്ങളിലാണ് കാണുന്നത്. ദീസ് ക്ലൗഡ്സ് അപ്പിയർ ഡാർക്ക്. നമ്മൾ പറഞ്ഞല്ലോ ഡാർക്ക് ക്ലൗഡ്സ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ള കാരണം, റീസൺ പറയാണ്. ദീസ് ക്ലൗഡ്സ് അപ്പിയർ ഡാർക്ക് as it does not allow sunlight to pass through due to thick concentration of water droplets. ഈ റെയിൻ ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ധാരാളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന, ധാരാളം വെള്ളം അബ്സോർബ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ധാരാളം വെള്ളം ഹോൾഡ് ചെയ്യുന്ന, വാട്ടർ കണ്ടന്റ് ഹോൾഡ് ചെയ്യുന്ന ക്ലൗഡ്സ് ആണ് റെയിൻ ക്ലൗഡ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെ എന്ത് പാസ് ചെയ്ത് പോകുന്നില്ല? സൺലൈറ്റിന് അതിലൂടെ പാസ് ചെയ്ത് പോവാൻ കഴിയുന്നില്ല. സൂര്യപ്രകാശം ആ ക്ലൗഡിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോവാൻ കഴിയുന്നില്ല. കാരണം നിറയെ എന്താണ്? വെള്ളമാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ക്ലൗഡ്സ് ഡാർക്കായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ദീസ് ക്ലൗഡ്സ് appear dark. These clouds appear dark as it does not allow sunlight to pass through due to thick concentration of water droplets. ധാരാളം വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ക്ലൗഡ്സിലൂടെ സൺലൈറ്റ് പാസ് ചെയ്ത് പോകുന്നില്ല. സോ സച്ച് ക്ലൗഡ്സ് appear dark. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്ലൗഡ്സ്, നിംബസ് ക്ലൗഡ്സ് ഡാർക്ക് ആയിട്ടാണ് നമ്മൾ കാണുന്നത്.
ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ദീസ് ആർ ഫോർ ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്: സിറസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ് ആൻഡ് നിംബസ് ക്ലൗഡ്സ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നു: the clouds mentioned above do not generally occur independently. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ക്ലൗഡ്സ് എല്ലായ്പ്പോഴും എന്താവൂല, ഓരോന്നും സെപ്പറേറ്റ്, ഓരോ സ്ഥലത്ത് ഓരോ ക്ലൗഡ് ആ രൂപത്തിൽ മാത്രമല്ല കാണുക. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല നമ്മൾ പൊതുവെ കാണുക. ഓരോ ക്ലൗഡ്സിന് ഓരോ ഏരിയ നമ്മൾ അങ്ങനെ പരസ്പരം ടച്ച് ചെയ്യാണ്ട് അങ്ങനെയൊന്നും ആണ് നമ്മൾ വിചാരിക്കരുത്. പിന്നെയോ, ദീസ് അവിടെ പറയുന്നു they are usually seen in combination. ഈ ക്ലൗഡ്സ് എല്ലാം ചിലപ്പോൾ മിക്സ് ആയിട്ട് ഒക്കെയാണ് നമ്മൾ കാണുക. ഇടകലർന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ കാണുക. ഓരോന്നും ഓരോ സ്ഥലത്തായിട്ട് സെപ്പറേറ്റ് അല്ല കാണുക, എല്ലാം ഇടകലർന്ന് മിക്സ് ആയിട്ടായിരിക്കും നമ്മൾ കാണുക. ഫോർ എക്സാമ്പിൾ, the combination of cumulus and nimbus clouds is termed as cumulonimbus clouds. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ക്ലൗഡ്സ് ആണല്ലോ, ക്യുമുലസ് ക്ലൗഡ്സും നിംബസ് ക്ലൗഡ്സും. ആ ക്യുമുലസ് ക്ലൗഡ്സും നിംബസ് ക്ലൗഡ്സും കൂടെ ചേർന്ന്, ഇങ്ങനെയുള്ള രണ്ട് ക്ലൗഡ്സും കൂടെ ചേർന്നുണ്ടാവുന്ന, മിക്സ് ചെയ്തുകൊണ്ടുള്ള രണ്ടിന്റെയും കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്യുമുലോ നിംബസ് ക്ലൗഡ്സ്, ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്ന് പറയാം. അപ്പൊ ആ രൂപത്തിൽ ഒരു കോമ്പിനേഷൻ ഫോർമാറ്റിലായിരിക്കും നമ്മൾ മിക്കവാറും ക്ലൗഡ്സിനെ കാണാം. Okay, clouds mentioned above do not generally occur independently. They are usually seen in combination. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം കൂടി പറഞ്ഞ് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ക്ലൗഡ്സിനെ നമുക്ക് അതിന്റെ ഹൈറ്റിന്റെ ബേസിലും എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതിന്റെ ഫോം, അതിന്റെ രൂപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി പറയാൻ പോകുന്നത് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലൗഡ്സ് ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് ഹൈറ്റ്, അതിന്റെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ദി അബോവ് ഡിസ്കസ്ഡ് ക്ലൗഡ്സ് യൂഷ്വലി ഒക്കർ അറ്റ് ഡിഫറെന്റ് ആൾട്ടിറ്റ്യൂഡ്സ്. ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ക്ലൗഡ്സ് ഒക്കെ എങ്ങനെയാ, പിന്നെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പല ഉയരങ്ങളിലാണ് കാണുക. എല്ലാം ഒരേ സ്ഥലത്ത്. നമ്മൾ പറഞ്ഞു ചിലത് ലോവർ അറ്റ്മോസ്ഫിയറിലാണ്, ചിലത് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ് ആണ്, ചിലത് അപ്പർ അറ്റ്മോസ്ഫിയറിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ശ്രദ്ധിക്കുക, സീ ദി four different types of clouds based on altitude or based on height. ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 4 ആക്കി മേഘങ്ങളെ തിരിക്കാം. ഏതൊക്കെയാ? ഹൈ ക്ലൗഡ്സ്, വളരെ ഉയരത്തിൽ കാണുന്ന മേഘങ്ങളാണ് ഹൈ ക്ലൗഡ്സ്. അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാ പറയുന്നത്? 20,000 to 40,000 ഫീറ്റ്, 20,000 മുതൽ 40,000 ഫീറ്റ് വരെ. ദെൻ മീഡിയം ക്ലൗഡ്സ് 7,000 to 20,000 ഫീറ്റ്, 7,000 മുതൽ 20,000 ഫീറ്റ് വരെ. ലോ ക്ലൗഡ്സ്, അതായത് 7,000ന്റെ താഴെ, അപ് ടു 7,000 ഫീറ്റ്. ഓക്കെ, 7,000 അടി വരെ, 7,000 ഫീറ്റ് വരെ. ദെൻ ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്, നാലാമത്തെ ഒരു കാറ്റഗറിയാണ്. കൂടുതൽ ഹൈറ്റിലേക്ക്, കൂടുതൽ ഉയരങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള മേഘങ്ങൾ, ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്, കൂടുതൽ ഉയരങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള, വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങളാണ്. അത് ഏകദേശം ഇവിടെ പറയുന്നു 2,000 to 30,000 ഫീറ്റ്, 2,000 അടി മുതൽ 3,000 അടി വരെയൊക്കെ എക്സ്റ്റൻഷനുള്ള പിന്നെ ക്ലൗഡ്സ് ഉണ്ട്. അതാണ് ഈ ഒരു ഫോർത്ത് കാറ്റഗറി, ക്ലൗഡ്സ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത്. Okay, so these are the 4 different types of clouds based on altitude. Okay, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. Then last sentence എന്ന് പറയുന്നു, you have learned that clouds are formed by the condensation of water vapor. Clouds എങ്ങനെ ഉണ്ടാവുന്നത്? വാട്ടർ വേപ്പറിന് കണ്ടൻസേഷൻ, അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പേഴ്സിന് കണ്ടൻസേഷൻ സംഭവിച്ചിട്ടാണ് ക്ലൗഡ്സ് ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. Let's see what happens to these water droplets thereafter. അങ്ങനെ ക്ലൗഡ്സ് ആയി മാറിക്കഴിഞ്ഞ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. precipitation എന്ന് പറയുന്ന ഒരു ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വി ആർ കൺക്ലൂഡിംഗ് ഹിയർ. ഓക്കെ, താങ്ക് യു.